ടി.എ. റസാക്കിൻ്റെ കഥയിലും തിരക്കഥയിലും സംഭാഷണത്തിലും കമൽ സംവിധാനം ചെയ്ത് 2005 ജൂൺ 24 തിയേറ്ററിലെത്തിറങ്ങിയ മാതൃസ്നേഹത്തിൻ്റെ ഉദാത്ത ഉദാഹരണമായ ജനമനസ്സുകളിൽ കണ്ണീർ മഴ പെയ്യിപ്പിച്ച പുഞ്ചിരിയിൽ നേരം പുലർന്നതോടുകൂടി ഒരു വലിയ തറവാടിൻ്റെ മുറ്റത്തേക്ക് അവരെത്തുന്നു. ആനയുടെ പേരും പറഞ്ഞ് പറ്റിപ്പീസ് നടത്തുന്ന ആളാണ് ഒന്നാം പാപ്പൻ. സമൃദ്ധമായ തറവാട്ടിൻ്റെ എരുത്തിലുകളിൽ നിറയെ പശുക്കളുമുണ്ട്, കറവക്കാരനുമുണ്ട്. നാരായണൻകുട്ടി ചേട്ടനാണ് കഥാപാത്രം കേട്ടോ. അങ്ങനെ ആഢ്യത്വം നിറഞ്ഞു തുളുമ്പുന്ന എല്ലാ ലക്ഷണങ്ങളും ഒത്തു കാണിക്കുന്ന തറവാട്. ആ തറവാടിലെ പുലർച്ചെ കുളിച്ച് കുറിയൊക്കെ തൊട്ട് ഐശ്വര്യ സമ്പൂർണ്ണമായ ഒരമ്മ. ആ അമ്മ നിറവിളക്കിന് മുന്നിൽ തൊഴുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സരസ്വതി അമ്മയായിട്ട് അഭിനയിക്കുന്നത് ഉർവശി ശാരദയാണ് കേട്ടോ. ഒരകന്ന ബന്ധുവായ കുട്ടിയാർ ജനാർദ്ദൻ്റെ വേഷമാണ്. അദ്ദേഹം തറവാട്ടിലേക്ക് നടന്നു വരുന്നു. അയാളും ആ കുടുംബത്തിൻ്റെ ഒരു ആശ്രിതനാണ്. പ്രായമുള്ള ഒരു സ്ത്രീ കയ്യിലൊരു ചെറിയ കവറൊക്കെ പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ആളെ നോക്കിയിട്ട് കുട്ടിയാർ പറയുന്നുണ്ട്, എന്താ ജാനത്തള്ള ഇത്തിരി നേരത്തെ കാലത്തേക്ക് വരണ്ടേന്ന്. കോഴിക്കോട് ശാരദ അവതരിപ്പിക്കുന്ന ജാനു എന്ന ജോലിക്കാരിയുടെ വേഷമാണത്. അവർ പറയുന്നു 16 വയസ്സ് മുതൽ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആണല്ലോ എന്ന്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, അവർക്ക് ഇപ്പോൾ തന്നെ 10-65 വയസ്സിൽ കൂടുതലുണ്ട്. 16 വയസ്സ് മുതൽ അവർ ആ തറവാട്ടിൽ വരുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തോടുള്ള അവരുടെ ഒരു സ്നേഹവും കടപ്പാടും എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. കുട്ടിയാരോടുള്ള ആ സംഭാഷണ മധ്യേ ഇതെല്ലാം പറയുമ്പോഴും നമുക്കത് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ബാല്യക്കാരും ആനയും ആശ്രിതന്മാരും ഐശ്വര്യ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു തറവാട്ടിൻ്റെ കാരണവർ സ്ഥാനത്തിരിക്കുന്ന ഒരമ്മയും, ആഢ്യത്വം നിറഞ്ഞ ഒരു അമ്മയും, ഒരു തറവാടിൻ്റെ ഒരു ചെറിയ രൂപം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് നായകനായ കൃഷ്ണൻ്റെ രംഗപ്രവേശം. കൃഷ്ണൻ എവിടെയാണെന്നറിയോ? ആ സമയത്ത് തട്ടുംപുറത്താണല്ലോ. തൻ്റെ ബദ്ധശത്രുവായ എലിയുമായിട്ട് അംഗം നടത്തുകയാണല്ലോ. ഓടി നടന്ന് പിടിക്കാനുള്ള തത്രപ്പാടില്ല. എന്തൊക്കെയോ എലിയോട് സംസാരിക്കുന്നുണ്ട്. ഇനി നിനക്ക് എന്നെ കളിപ്പിക്കാനാവില്ല എന്നൊക്കെ പറഞ്ഞ് എലിയുടെ പുറകെ ഓടി നടക്കുന്ന മമ്മൂക്കായെ നമുക്ക് കാണാം. ഒരു കളം കൈലിയും കള്ളിമുണ്ടും അതുപോലെ തന്നെ മുറുക്കയ്യനായിട്ടുള്ള വെള്ള ബനിയനും ഒരു തോർത്തും നെറ്റിയിലൊരു കുറിയും, അങ്ങനെ ആഢ്യത്വം തുളുമ്പുന്ന ഒരു കാരണവരായിട്ട് അല്ലെങ്കിൽ ഒരു കാര്യസ്ഥനായിട്ട് മധ്യവയസ്കനായ ഒരു യുവാവ്. അതാണ് മമ്മൂക്ക അവതരിപ്പിക്കുന്ന വേഷം. അപ്പോൾ ആ തറവാട്ടിൽ ഒരു ഇല അനങ്ങണമെങ്കിൽ പോലും ഈ കൃഷ്ണൻ്റെ അനുവാദം വേണം കേട്ടോ. കാരണം കറവക്കാരനായിട്ടുള്ള നാരായണൻകുട്ടിയേട്ടൻ അവിടെ വന്നിട്ട് തൻ്റെ ബാധ്യതകളും കാര്യങ്ങളൊക്കെ അമ്മ അവതരിപ്പിക്കുന്നുണ്ട്. കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് ടൂറ് പോകണം, അപ്പോൾ എനിക്ക് പോകാൻ ഈ കറവ പൈസ കൊണ്ട് മാത്രമൊന്നും ആവുന്നില്ല, എന്തെങ്കിലുമൊക്കെ തന്ന് സഹായിക്കണം. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, കൃഷ്ണനോട് പോയി പറഞ്ഞിട്ട് എന്താച്ചാൽ വാങ്ങിച്ചോളൂ എന്നൊരു വാക്ക്. അതുപോലെ തന്നെ കുട്ടിയാരും പറയുന്നു, ആന എഴുന്നള്ളിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നുവല്ലോ, ഒരു സുഖചികിത്സയൊക്കെ ആവാല്ലേ. ആനയുടെ കാര്യത്തിൽ കുട്ടിയാരാണ് എല്ലാത്തിലും തീരുമാനം എടുക്കേണ്ടെങ്കിലും കൃഷ്ണനോടൊന്ന് ചോദിച്ചോളൂ കേട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും കൃഷ്ണൻ ആ വീട്ടിൽ അത്രമാത്രം സ്ഥാനമുണ്ടെന്ന്. കൃഷ്ണൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലെ ആരുമല്ല, എടുത്തു വളർത്തപ്പെട്ട ഒരു കുട്ടി മാത്രമാണ്. പക്ഷേ അദ്ദേഹത്തിനോടുള്ള ആ കുടുംബത്തിനോടുള്ള കൃഷ്ണൻ്റെ ആത്മാർത്ഥതയും ആ കൃഷ്ണനോടുള്ള അമ്മയുടെ സ്നേഹവും ഒക്കെ പോകെ നമുക്ക് കാണുമ്പോൾ കണ്ണിൽ നീർ നിറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എലിയെ പിടിക്കാൻ തത്രപ്പെട്ട് നടക്കുന്ന കൃഷ്ണനെ അമ്മ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കൃഷ്ണനെ എലിയെ പിടിക്കാനൊട്ട് കഴിഞ്ഞതുമില്ല. അങ്ങനെ അവർ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ കുട്ടിയാരുണ്ട്, ജാനുവമ്മയുണ്ട്, അമ്മയുണ്ട്. ഇവരെല്ലാവരും ചേർന്നുള്ള ഓരോ സൗഹൃദ സംഭാഷണങ്ങൾ കേൾക്കുമ്പോൾ അറിയാം അവിടെ കാര്യസ്ഥനെന്നോ ജോലിക്കാരിയെന്നോ അല്ലെങ്കിൽ പുറത്തു കൊണ്ടുള്ള ആശ്രിതനോ അങ്ങനെ ഒരു വ്യത്യാസമില്ല. ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ അവർ പരസ്പരം ചെറിയ തമാശകളിലൂടെ വഴക്കടിക്കുകയും ഒക്കെ പറയുന്നത്. ഇതിനിടയ്ക്കാണ് ആരെയോ കാണാത്തതുപോലെ അമർന്ന സൗണ്ട്. അപ്പോൾ കുട്ടിശങ്കരൻ വന്നൂലേ എന്ന് ചോദിച്ചുകൊണ്ട് ഓടി വെളിയിലേക്ക് പോവുകയാണ് കൃഷ്ണൻ. അങ്ങനെ പോയി ആനയുടെ സൗഹൃദ സംഭാഷണങ്ങളൊക്കെ നടത്തുന്നു. അങ്ങനെ ഗോവിന്ദനുമായി ചില വർത്തമാനങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ അന്നൊക്കെ മനസ്സിലാവും ആ കുടുംബത്തിലെ മൃഗങ്ങൾക്ക് പോലും കൃഷ്ണനോടൊരു പ്രത്യേക സ്നേഹമുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ കൃഷ്ണൻ ആ വീട്ടിലെ ആരാണ്, എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഒരു ചില്ലിക്കാശിൻ്റെ കണക്ക് പോലും വിടാതെ എല്ലാം അക്കമിട്ട് ഒരു വലിയ കണക്ക് പുസ്തകത്തിൽ എഴുതി സൂക്ഷിക്കുന്ന ആളാണ് കേട്ടോ നമ്മുടെ കൃഷ്ണൻ. അപ്പോൾ കൃഷ്ണൻ്റെ ഒരു വാക്കുണ്ട്, കൊല്ലാനായാലും പോറ്റാനായാലും കണക്കുണ്ടാവണം എന്നാണ് കൃഷ്ണൻ്റെ വീപ്പ്. പിന്നീട് ഓടി അടുക്കളയിൽ എത്തുകയാണ്. അപ്പോൾ അടുപ്പത്ത് എന്തോ തിളച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചോദിക്കുകയാണ് ജാനത്തള്ളയോട്, കുറേ അതും ഇതെല്ലാം കണ്ണി കണ്ടത് വെട്ടിയിട്ട് കഴിഞ്ഞാൽ സാമ്പാറാവൂ, കായോ എവിടെ എന്ന് ചോദിക്കുന്നു. കായോ ഒന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ ഇനിയിപ്പോൾ അങ്ങനത്തെ സാധനത്തെ കേട്ടിട്ടുണ്ടാവില്ല, ഉപ്പിരിക്കുന്നിടത്ത് തള്ള ഉലക്ക കൊണ്ടുവെക്കും. ഇത് ഭയങ്കര റീലൊക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഉപ്പിരിക്കുന്നിടത്ത് തള്ള ഉലക്ക കൊണ്ടുവെക്കും. ഇനി അതായത് പാചക കാര്യത്തിലും അതിമിടുക്കനാണ് കൃഷ്ണൻ.
അങ്ങനെ തള്ളേന്ന് വിളിക്കുമ്പോൾ ജാനു അമ്മയ്ക്ക് എന്നെ തള്ളേന്ന് വിളിക്കുന്ന ഇഷ്ടമില്ല, എന്നാൽ പിന്നെ മോളേന്ന് വിളിച്ച് കളയാം എന്ന് പറയുന്നത്. ജാനു മോളെ എന്നൊരു വിളിയൊക്കെ വിളിക്കും. ഇത് കേൾക്കുമ്പോൾ ഉടനെ ഫോൺ അടിക്കുന്നുണ്ട്. ഫോൺ എടുക്കാൻ ഓടി ചെല്ലുമ്പോഴത്തേക്കും ജാനു അമ്മയുടെ മക്കളാണ് വിളിക്കുന്നത്. അപ്പോൾ ദുബായിലുള്ള മകൻ അമ്മയെ വിളിക്കുകയാണ്. അപ്പോഴും കൃഷ്ണൻ പറയും ദുബായിലൊക്കെ മക്കളുണ്ട്, എന്നാലും ഇവിടുത്തെ ചോർത്തിരി ഇറങ്ങാതെ പറ്റില്ല തള്ളക്കിയെന്ന്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർക്ക് ജീവിക്കാൻ അത്യാവശ്യം പാങ്ങളുള്ളൊരു കുടുംബത്തിലെ ആളാണെങ്കിൽ പോലും ഈ തറവാട്ടിനുള്ള സ്നേഹവും ആ ആത്മാർത്ഥതയും കാരണം അവർക്ക് ഒരു ദിവസം പോലും അവിടെ വരാതിരിക്കാനോ ഒരു ദിവസം പോലും അവിടെ എത്താതിരിക്കാനോ അവർക്ക് കഴിയില്ല. അത്രയ്ക്ക് ആത്മാർത്ഥമായ ഒരു ബന്ധമാണ് അവിടെ കുടുംബത്തോടുള്ളത്. പിന്നീട് തൊടിയിലൊക്കെ കറങ്ങുന്ന കൃഷ്ണൻ കാണുന്നത് പറമ്പിൻ്റെ ഒരു മൂലയിൽ നിന്നുകൊണ്ട് മറ്റൊരു സൈഡിൽ ഇങ്ങനെ വേറൊരു കുട്ടിയെ കൈയും കാലും കാണിക്കുന്ന ഗോവിന്ദനെയാണ്. അപ്പോൾ എതിർ സൈഡിൽ ഇങ്ങനെ കുട്ടിയാരെന്ന് അറിയണ്ടേ, നമ്മുടെ കട്ടപ്പനയിലെ ഋതിക് റോഷൻ ഫിലിമിലെ വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് കേട്ടോ ആണെന്ന്. അപ്പോൾ ആനവാല് എന്തിനു വേണ്ടിയിട്ടാണ്? പരീക്ഷയിൽ ജയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പറയും ആനകളൊക്കെ അങ്ങനെയാണെങ്കിൽ 10ാം തരം ജയിച്ചിട്ടുണ്ടാവുമല്ലോ, ഒരു പേടിയില്ലാതെ തമാശ മട്ടിൽ പറയുന്നു കൃഷ്ണൻ. അങ്ങനെ അതിനിടയിൽ അമ്മയെ മരുന്ന് കുടിപ്പിച്ചില്ലല്ലോ എന്നുള്ളൊരു ചിന്തയിൽ ഓടി അമ്മയുടെ അടുത്തേക്ക് പോകും. കഷായമൊക്കെ കുടിപ്പിക്കുകയാണ്. അതിനുള്ള തത്രപ്പാട് നമുക്ക് കാണാൻ പറ്റും. ഇത്ര കയ്പായാലും കുടിച്ചിറക്കിക്കൊള്ളണം, ഒരസുഖം ഉണ്ടാകരുത് അമ്മയ്ക്ക്, കയ്പ് തോന്നിക്കഴിഞ്ഞാൽ ഇച്ചിരി ശർക്കര വാരിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് അമ്മയെ കൊണ്ട് മരുന്ന് കുടിപ്പിക്കുകയാണ്. സ്വന്തം മക്കൾ പോലും ചെയ്യാത്ത രീതിയിൽ അമ്മ അതിൽ വീഴുന്നുണ്ട്. കൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പീലും ഇല്ലല്ലോ. അങ്ങനെ എനിക്ക് ഒരു ഫോൺ വരുന്നു. ഫോൺ ജാനത്തള്ള എടുക്കുമ്പോൾ സുധിയാണല്ലോ എന്ന് പറയുമ്പോൾ ഉടനെ തട്ടിപ്പറിച്ച് അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. അമ്മയുടെ മകനാണ് സുധി, എറണാകുളത്ത് ജോലിയുള്ള അവിടെ താമസിക്കുന്ന മകനാണ് സുധി. അപ്പോൾ സുധിയോട് അമ്മയുടെ മോനെ അമ്മയൊന്ന് വിളിക്കാൻ പോലും കഴിയുന്നില്ല അല്ലേ എന്നൊക്കെ ചോദിക്കും. പറയുന്നുണ്ട് അമ്മ വിഷമിക്കേണ്ട, ഈ അവധിക്കാലത്ത് ഞങ്ങൾ അവിടെ ഉണ്ടാവും, അമ്മയോടൊപ്പമാണ് അവധി ചിലവഴിക്കുക. അപ്പോൾ അമ്മയ്ക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല. ഉവ്വോ നീ എന്തായി പറയണത്, ഇതൊക്കെ നടക്കണ കാര്യമല്ലല്ലോ, കഴിഞ്ഞ അവധിക്ക് നീ ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ അമ്മയും മക്കളും ഒക്കെ ആയിട്ട് വിദേശത്ത് ടൂർ പോയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, ഈ വർഷം എന്തായാലും ഉറപ്പായിട്ടും വരും, ഞാൻ മാത്രമല്ല എല്ലാവരും ഒത്തുകൂടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചോദിക്കും നീ മാളുവിനോട് പറഞ്ഞു? മാളു അമ്മയുടെ ഇളയ മകളാണ് കേട്ടോ. അപ്പോൾ മാളവിക ഒരു സാഹിത്യകാരിയാണ്. അപ്പോൾ പറയാണ് സാഹിത്യകാരിക്ക് ഞാൻ വിളിച്ചാൽ ഇഷ്ടപ്പെടില്ല, അമ്മ തന്നെ പറഞ്ഞാൽ മതി. അപ്പോൾ ആ മകളുമായിട്ടൊരു അകൽച്ച മറ്റു മക്കൾക്കുണ്ട് എന്നുള്ളത് ആ ഒരു സംഭാഷണത്തിലൂടെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഇത് കേട്ട് വളരെ സന്തോഷവാനായ കൃഷ്ണൻ പറയാണ് ഇപ്രാവശ്യത്തെ അവധിക്കാലം നമുക്കൊരു ഉത്സവമാക്കണം, എല്ലാവരും വരികയല്ലേ, എല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കണം, കുട്ടികൾക്ക് വേണ്ട ആഹാര സാധനങ്ങളും എല്ലാം പോയി പീടികയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വരികയാണ് കൃഷ്ണൻ. അപ്പോൾ ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വരുന്ന സമയത്താണ് മണ്ണിശ്ശേരിയിലെ കൊച്ചച്ചൻ ശേഖരൻ കൊച്ചച്ചൻ പിന്നെ തേങ്ങയുടെ കണക്കുമായിട്ട് വരുന്നത്. അപ്പോൾ കണക്ക് ബുക്ക് എടുത്ത് അതും എഴുതി വെക്കുകയാണ്. അപ്പോൾ കണക്ക് പൈസയൊക്കെ പറഞ്ഞു, പക്ഷേ പൈസ കൊടുത്തില്ല, ഞാൻ മറിച്ചു. അപ്പം പറയുന്നുണ്ട് 8 മാസം മുന്നേ ഇങ്ങനെ ഒരു മറുപ്പ് നടത്തിയിട്ട് ഇതുവരെ യാതൊരു വിവരവും ഇല്ലയെന്ന്. അപ്പോൾ അമ്മ കൃഷ്ണനെ ശകാരിക്കുന്നുണ്ട്, കൊച്ചച്ചൻ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ഉണ്ടാകും കേട്ടോ, അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, കണക്കായിരുന്നാൽ മതി എന്നാണ് പറയുന്നത്. അതായത് അവിടെ മാത്രമല്ല തറവാട്ടിലെ മറ്റ് പല ഭാഗങ്ങളിലെ സ്ഥലവും ഒക്കെ ഉണ്ടെങ്കിലും അവിടെയുള്ള പലരും അതൊക്കെ അടിച്ചു മാറ്റുകയാണെന്ന് തറവാട്ടിലേക്കൊന്നും എത്തുന്നില്ല എന്നുള്ളൊരു സൂചനയൊക്കെയാണ് നമുക്കതിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ നമുക്ക് കാണാൻ പറ്റും കളികളും സംസാരവും ഒക്കെ ആയിട്ട് ഓടി നടക്കുന്ന കൃഷ്ണൻ. അച്ഛൻ്റെ കളപ്പുരയുടെ മുറ്റത്താണ് അച്ഛൻ്റെ കുഴിമാടം. ആ കുഴിമാടത്തിലെന്നും മറക്കാതെ തിരിവെക്കുന്ന കൃഷ്ണൻ. അപ്പോൾ ഈ നടക്കാൻ പോകുന്ന എന്താണെന്ന് ചിന്ത ഉണ്ടായിരുന്നു അമ്മയുടെ മനസ്സിൽ. അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഇത്രയും വലിയ വീടൊന്നും നമുക്ക് ആവശ്യമില്ലല്ലോ കൃഷ്ണ, ആ കളപ്പുര തൂത്ത് വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിടക്കാമല്ലോ, നിൻ്റെ കഷ്ടപ്പാടും കുറയുമല്ലോ എന്നൊക്കെ. പക്ഷേ കൃഷ്ണ അതൊന്നും ഇഷ്ടമല്ല. കൃഷ്ണ ഇതെല്ലാം ഇഷ്ടമാണല്ലോ, ഇതെല്ലാം നോക്കി നടത്താൻ, ഇതെല്ലാം കണ്ട് മനസ്സിൻ്റെ കൊതിയടങ്ങാൻ, പറമ്പിലും മുറ്റത്തുമെല്ലാം ഓടി നടക്കാൻ, കിളയ്ക്കാൻ, അധ്വാനിക്കാൻ എല്ലാം കൃഷ്ണ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അധ്വാനത്തെക്കുറിച്ച് അമ്മ ചിന്തിക്കട്ടെ. അപ്പോൾ അമ്മ പറയും നിൻ്റെ തലമുടിയൊക്കെ നരച്ചു, പ്രായം ഇച്ചിരി ആയി എന്നുള്ളത്. അപ്പോൾ കൃഷ്ണൻ പറയുന്നൊരു ഡയലോഗുണ്ട്, തലയല്ലേ നരച്ചുള്ളൂ, ബോംബൊന്നിട്ട് പിടിപ്പിക്കാൻ പറ്റില്ലല്ലോ എന്ന്. അങ്ങനെ എല്ലാവരും വരുന്നതുകൊണ്ട് വീടെല്ലാം വൃത്തിയാക്കുന്നത് ഓട് മാറുന്നതൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നുള്ള വാശിയിലാണ് കൃഷ്ണൻ. അടുപ്പിൽ അരിയുടെ വേവ് വരെ നോക്കുന്ന കൃഷ്ണനാണ്. ജാനത്തെല്ലാം ഒരു തവിയിൽ കോരിക്കൊണ്ട് വരും. അപ്പോൾ പറയും ഒന്നുകൂടെ തിളച്ചോട്ടെ, ഈ അരിയെ വിശ്വസിക്കാൻ പറ്റത്തില്ല, ഇവന് നമ്മളെ വെന്തു എന്ന് ഭാവിക്കും, പക്ഷേ വേവിട്ട് ശരിയായിട്ടും ഉണ്ടാവില്ല. അങ്ങനെ അരിയുടെ പാകം വരെയും കൃഷ്ണനാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം മനപ്പാടം. അങ്ങനെ കൃഷ്ണൻ്റെ പല തമാശകളും നമ്മുടെ മനോമുഖരത്തിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. കഥ പറയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളവർക്കത് മനസ്സിലാകുമല്ലോ അല്ലേ, ഓരോ സീനും കടന്നു പോകുന്നത്. അപ്പോൾ ഒരു ആക്രിക്കാരൻ സാധനം വാങ്ങി ജാനത്തെല്ലാം അവിടെ വന്ന സമയത്താണ് ഒരു ആക്രിക്കാരൻ പഴയ സാധനങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണൻ പറയാണ് പൈസ അങ്ങോട്ട് തരാൻ, പഴയ ഒരു സാധനം കൊണ്ട് കൊണ്ടുപോയിക്കോളും. ജാനത്തള്ളയെ ചൂണ്ടിക്കുക, അയ്യേ ജീവനുള്ള സാധനമൊന്നും എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് അയാൾ പോവും. ജാനത്തള്ള കൃഷ്ണനെ സഹകരിച്ചിട്ട് തിരികെ കയറി പോകുന്നതുമൊക്കെ രംഗമായിട്ടുണ്ട്. ഇനിയാണ് ഗൗരിയുടെ വരവ് അല്ലേ, ഗൗരിയുടെ വരവ്. അപ്പോൾ വീട്ടിലിങ്ങനെ നിറയെ ആളുകളൊക്കെ വരുന്നത് കൊണ്ട് സഹായത്തിന് ഒരാളെ കൂടെ വേണമെന്ന് കുട്ടിയാരോട് പറഞ്ഞ് ഏർപ്പാട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയാർ കൊണ്ടുവന്ന ആളാണ് ഗൗരി. അപ്പോൾ ദൂരേന്ന് കുട്ടിയാരിങ്ങനെ ആളെ കൊണ്ട് വരുന്ന കാണുമ്പോൾ കൃഷ്ണൻ പറയും കുട്ടിയാരും ആപത്തും കൊണ്ട് വരുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ നയൻതാര ശാലീന സുന്ദരിയായിട്ട് ഒരു പഴയ സാരിയൊക്കെ ഉടുത്ത് വരുന്നുണ്ട് കേട്ടോ. അവളെ അടിമുടിയൊന്ന് നോക്കും.
പക്ഷെ അത്ര പിടിച്ച മട്ടിലൊന്നും അല്ല കൃഷ്ണൻ നോക്കുന്നത്. കൃഷ്ണനോട് ചോദിക്കാതെ കൊണ്ടുവന്നതിൻ്റെ ഒരു ദേഷ്യവും കൃഷ്ണനുണ്ട്. അപ്പോൾ കുട്ടിയാർ പറയുകയാണ്, ഈ തറവാട്ടിലെ നമ്മുടെ കോവിലകത്തെ അച്ഛൻ തമ്പുരാനെ ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന തായമ്പക വിദ്വാനായ കുഞ്ഞിരാമ പൊതുവാളിൻ്റെ മകളാണ് ഗൗരി. ഇപ്പോൾ പിന്നെ ഒരു വശം തളർന്ന് കിടപ്പിലാണ് അദ്ദേഹം. കുടുംബകാര്യങ്ങളെല്ലാം പറ്റ പോക്കാണ്. മൂത്ത സഹോദരിയുടെ ഭർത്താവാണ് കാര്യങ്ങൾ നോക്കുന്നത്. അവിടെ അയാളുടെ ഉപദ്രവത്തെ പേടിച്ച് എൻ്റെ കുട്ടിക്ക് ഒരു നേരത്തെ ആഹാരമെങ്കിലും കിട്ടുമല്ലോ, സ്വസ്ഥമായിട്ട് കഴിയാമെന്ന് മാത്രമാണ് കുഞ്ഞിരാമ പൊതുവാൾ പറഞ്ഞതെന്ന് ഗൗരിയുടെ വീട്ടിലെ കഥയെല്ലാം കുട്ടിയാർ അമ്മയെ ബോധിപ്പിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ആ കുട്ടിയുടെ ഒരു വാത്സല്യം കൃഷ്ണൻ മറുത്തു എന്ന് പറയുന്നതില്ല. എല്ലാം നോക്കിക്കാണുന്ന ഗൗരി കോവിലകത്തെ മൊത്തം കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് ഇങ്ങനെ കണ്ണു മിഴിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഇത്രയും വലിയ വീടോ, ഇതൊക്കെ ആർക്ക് താമസിക്കാൻ, നമുക്കെന്ത് കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന ഗൗരി. അപ്പോൾ ഈ പിറ്റേ ദിവസം ഇങ്ങനെ പീടികയിൽ പോകുന്ന സമയത്ത് മണികണ്ഠൻ കുട്ടിയാരെ പീടികയെ വെച്ച് കാണുകയാണ്. അപ്പോൾ ഗൗരി ആ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതിൻ്റെ ഒരു ദേഷ്യം അയാൾ കൊണ്ടുതാനും അതിൻ്റെ പേരിൽ അവിടെ വെച്ച് കുട്ടിയാരോട് ഉടക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് കൃഷ്ണൻ അവിടെ വെച്ച് തന്നെ പറഞ്ഞ് ഒതുക്കി തീർത്ത് നീ നിൻ്റെ പണി നോക്കുക എന്നൊക്കെ പറഞ്ഞ് അയാളെ പറഞ്ഞു വിടുന്നുമുണ്ട്. സന്ധ്യയ്ക്ക് ഭാഗവതം വായിക്കുക എന്നുള്ളത് കൃഷ്ണൻ്റെ ഒരു പതിവാണ് കേട്ടോ. അമ്മയുടെ മുന്നിൽ ഇരുന്ന് പെറുക്കിയാണെങ്കിലും അയാൾ ഭാഗവതം നന്നായി വായിക്കും. ഇതിനിടയിൽ അമ്മ പറയുന്നു ഗൗരിക്ക് നന്നായിട്ട് പാടാനും ഡാൻസ് കളിക്കാനും ഒക്കെ അറിയാമല്ലോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കൃഷ്ണൻ ദേഷ്യം വരും. കൃഷ്ണൻ പറയും, അല്ലെങ്കിലും ഇവള് വന്നേ പിന്നെ അമ്മയ്ക്ക് എന്നോട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് 3 പ്രാവശ്യം പറയും. ഇത് കണ്ട് അമ്മ എഴുന്നേറ്റ് പിണങ്ങി പോകും കേട്ടോ. ആ സമയത്ത് ഈ അമ്മയെ അനുനയിപ്പിക്കാൻ പുറകെ പോകുമ്പോഴുള്ള പാട്ടാണ് നമ്മൾ കേൾക്കുന്നത്, തങ്ക മനസ്സ്, ആ പാട്ട് കേട്ടാ. അങ്ങനെ മാളവിക അമ്മയെ വിളിക്കുകയാണ്. അപ്പോൾ ഓടി വന്ന് ഫോൺ എടുക്കുന്നത് പിന്നെ അമ്മയുടെ നിർദ്ദേശപ്രകാരം ഫോൺ എടുക്കുന്ന ഗൗരിയാണ്. അപ്പോൾ മാളവിക എന്ന് പറയുമ്പോൾ ഗൗരിയുടെ മുഖത്തുള്ള ആരാധന നമുക്ക് കാണാം, എഴുത്തുകാരി എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ മാളവികയെക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ മാളവികയ്ക്ക് എഴുതിയ കുറേ ബുക്കുകൾ അമ്മ എടുത്ത് ഗൗരിക്ക് കൊടുക്കുകയാണ്. ഗൗരി ആ പുസ്തകങ്ങൾ കുറേയൊക്കെ വായിക്കും. അപ്പോൾ പിന്നെ വഴക്ക് പറയുന്ന കൃഷ്ണനോട് ഗൗരി പറയുന്നുണ്ട്, ഈ പുസ്തകത്തിൽ മുഴുവൻ കൃഷ്ണനെക്കുറിച്ചാണല്ലോ എഴുതിയിരിക്കുന്നത്, അത് ഈ കൃഷ്ണനല്ലേ? അപ്പോൾ പറയും, നീയിപ്പോൾ രാമായണത്തിലെ രാമൻ ഞാനാണെന്ന് പറയുമല്ലോ, ഭാഗവതത്തിൽ കൃഷ്ണനാണെന്ന് ഞാനാണെന്ന് നീ പറയുമല്ലോ പെണ്ണെ, നിനക്ക് വേറെ ജോലിയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കൃഷ്ണൻ ഇതിനകത്ത് കേട്ടോ. പക്ഷേ അയാൾ മറുത്തൊന്നും അതിൽ പറയുന്നതുമില്ല. സൂത്രത്തിൽ ഗോവിന്ദനെ സോപ്പിട്ട് ആനപ്പുറത്ത് കയറുന്ന ഗൗരിയെ നമുക്ക് കാണാം. അതായത് എങ്ങനെയെങ്കിലും ആനപ്പുറത്തൊന്നും കയറണമല്ലോ. അങ്ങനെ ആനപ്പുറത്ത് തത്രപ്പെട്ട് വലിഞ്ഞു കയറി നിൽക്കുമ്പോൾ ആണ് വീട്ടിലെ അതിഥികൾ വന്ന് തുടങ്ങുന്നത്. അപ്പോൾ ആനപ്പുറത്തുനിന്ന് ഒരു തരത്തിൽ താഴെ ഇറങ്ങാൻ നോക്കുമ്പോൾ ഗോവിന്ദൻ അവിടുന്ന് മുങ്ങും. അപ്പോൾ വിരുന്നുകാർ വരുന്ന കാണുമ്പോഴാണ് കൃഷ്ണൻ പുരപ്പുറത്ത് ഓട് മാറ്റിക്കൊണ്ട് കൃഷ്ണൻ ഓടി ഇറങ്ങി വരുമ്പോഴാണ് കാണുന്നത് ആനപ്പുറത്തിരിക്കുന്ന ഗൗരി. ആനയുടെ പുറത്ത് കോവണി ചാരി വെച്ച ആന ഗൗരിയെ വലിച്ചിറക്കി മാറ്റി വഴക്ക് പറഞ്ഞ് ഓടിക്കുന്ന കൃഷ്ണൻ. ഇതൊക്കെ ഭയങ്കര ഒരു സീനാണ് കേട്ടോ. അപ്പോൾ എല്ലാ വിരുന്നുകാരുടെയും പെട്ടികളൊക്കെ പെറുക്കിയെടുത്ത് ഓരോ റൂമിലേക്കും അവർക്ക് കൊണ്ടെത്തിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെയാണ് ആ വീട്ടിലെ പിന്നെ ബാർ മുതലാളിയായിട്ടുള്ള ജനാർദ്ദന വർമ്മ വരുന്നത്. വിജയരാഘവൻ അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ്. അദ്ദേഹത്തിന് കൃഷ്ണനെ തീരെ ഇഷ്ടമല്ല കേട്ടോ. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാലും അയാളെ ഒരു വേലക്കാരനുള്ള രീതിയിൽ ശകാരിക്കുകയും കുത്തുവാക്കുകൾ പറയുകയും ഒക്കെയാണ്. അപ്പോൾ പറയും, മൂക്ക് മുട്ട തിന്നു മുടിച്ച് കിടപ്പാണ്, ഇവനെയൊക്കെ എന്തിനാണ് ഇങ്ങനെ തീറ്റിപ്പോറ്റുന്നത് എന്നുള്ള സംസാരങ്ങളൊക്കെയാണ്. ഭാര്യയോട് പോലും അയാൾക്ക് ഭയങ്കര കർശക്കാരനും നമ്മുടെ മനസ്സിൽ വെറുപ്പുളവാക്കുന്ന ഒരു കഥാപാത്രവുമായിട്ടാണ് ജനാർദ്ദൻ്റെ വേഷം. അപ്പോൾ കൃഷ്ണൻ ഇങ്ങനെ കോഴിയോടും പിന്നെ തൊടിയിലൊക്കെ നടന്ന് എല്ലാവരോടും വർത്തമാനം പറയുമ്പോൾ കോഴിയോട് പറയും, കുറേ നാളത്തേക്ക് ഇനി ഫ്രീ ആയിട്ടൊന്നും നടക്കണ്ട, ഇവരെല്ലാം പോയിട്ട് നടന്നാൽ മതി എന്നൊക്കെ സംസാരിക്കുന്ന ഒരു സീനൊക്കെ കാണാൻ ഭയങ്കര രസമായിട്ടുണ്ട്. അപ്പോൾ പാതിരാത്രിയിൽ ഈ ഓരോ വിരുന്നുകാരും വരുമ്പോൾ അവർക്ക് വേണ്ടി വെപ്പും വിളമ്പും ഒക്കെ ആയിട്ട് നടുപൊട്ടിക്കുന്ന രീതിയിലുള്ള ജോലി ചെയ്ത് പാത്രമൊക്കെ കഴുകുകയാണ് കൃഷ്ണൻ. അപ്പോൾ സഹായത്തിനായി ഗൗരിയുണ്ട്. ഗൗരി അപ്പോൾ തൻ്റെ കഥകളൊക്കെ കുറേശ്ശെ പറയും. അപ്പോൾ വീട്ടിൽ മണികണ്ഠൻ ഉപദ്രവിക്കുന്ന കാര്യങ്ങളും മറ്റും പറയുമ്പോൾ അത് കേട്ടിട്ട് കൃഷ്ണന് പെട്ടെന്ന് തന്നെ മനസ്സിൽ കൃഷ്ണൻ പറയും, നീ പോയി കിടക്കുക, കൂടുതൽ കേൾക്കാൻ അയാൾക്ക് പറ്റണില്ല, അതുകൊണ്ടാണ് നീ പോയി കിടന്നോളൂ പെണ്ണെ എന്ന് പറയുമ്പോഴത്തേക്കാണ് അമ്മ ഇറങ്ങി വരുന്നത്. അപ്പോൾ അമ്മ പറയും, എൻ്റെ മോനെ നീ വല്ലതും കഴിച്ചോ, കൃഷ്ണനോട് നീ കഴിച്ചോ എന്ന് അമ്മ മാത്രമാണ് ചോദിക്കുന്നത്. ഇല്ല അമ്മ, ജോലി കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ എന്ന് പറയുകയാണ്. അപ്പോൾ പറയാം, അമ്മ പോയി കിടന്നോളൂ, ഇനിയിപ്പോൾ കാലിൽ നീരൊക്കെ വയ്ക്കൂ. അപ്പോൾ പറയും, ഈ ഞാനും നീയും ദൂരത്തിലായില്ലേ കൃഷ്ണ എന്ന് പറയുമ്പോൾ പറയണേ, കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, എല്ലാവരും പോയി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഒരുമിച്ചാവുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന മകനെയും നമുക്ക് കാണാം. അപ്പോഴാണ് ഇതെല്ലാം തീർത്ത് ഒന്ന് വിശ്രമിക്കാമെന്ന് ഓർത്ത് വരുമ്പോഴാണ് സുധി എല്ലാവരും വരുന്നത്. ഈ സുധി എന്ന് പറയുന്ന ആദ്യം വിളിച്ച മകൻ, അതായത് സുരേഷ് കൃഷ്ണ അവതരിപ്പിക്കുന്ന വേഷമാണ് കേട്ടോ. അങ്ങനെ അവരും വരുന്നു, ഭാര്യയും മക്കളും എല്ലാം എത്തുന്നു. സുധി എന്തോ സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഈ ജനാർദ്ദന വർമ്മ പിടിച്ചുകൊണ്ട് പോകുമ്പോഴാണ് കൃഷ്ണൻ പറയുന്നത്, സുധിക്കായിട്ട് ഇഷ്ടമുള്ള പാലടപ്രഥമനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അവർ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ഒരു നിരാശപ്പെട്ടാണ് പറയുന്നത്. പക്ഷേ ഇത് കേൾക്കുമ്പോൾ ജനാർദ്ദന വർമ്മ കൃഷ്ണനെ ആട്ടിയകറ്റി ഒരു പട്ടിയെപ്പോലെ. അപ്പോൾ പറയുന്നുണ്ട്, ഈ ബോബനാൻ മോളിക്കകത്ത് കാണുന്ന പട്ടിയെപ്പോലെ എല്ലായിടത്തും ഇവനെ കാണാമല്ലോ, ഒരു പ്രൈവസിയും തരൂല്ല എന്നൊക്കെ പറഞ്ഞ് വളരെ ആക്ഷേപിച്ച് ആട്ടി അകറ്റുന്നത് നമുക്ക് ആ സീനൊക്കെ മനസ്സിലിങ്ങനെ
മുറിവേൽപ്പിക്കുന്ന സീനുകളാണ്. അപ്പോൾ പിന്നീട് ഉറങ്ങിക്കിടക്കുന്ന കൃഷ്ണൻ്റെ ഭയങ്കര ഓണടി ശബ്ദവും വണ്ടികളുടെ അലർച്ചയൊക്കെ ഇട്ടാണ് ചാടി എഴുന്നേൽക്കുന്നത്. അമേരിക്കയിലുള്ള ഒരു കൊച്ചച്ഛൻ്റെ മകനായ ഇളയ മകനായ ജിത്തു വന്നിറങ്ങുന്നതാണ്. അതായത് ഭയങ്കര പാഷൻകാരനായ അഹങ്കാരിയായ ഒരു ചെറുപ്പക്കാരൻ. അപ്പോൾ ഈ ഓടി ചെന്ന് കഴിയുമ്പോഴത്തേക്കും താൻ ആരാ, താനോടുത്തെ വേലക്കാരനല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജിത്തു മോനല്ലേ എന്നൊക്കെ ചോദിച്ച് വളരെ സ്നേഹത്തോടുകൂടി ആ പെട്ടിയൊക്കെ ചുമന്നുകൊണ്ട് പോകുന്ന കൃഷ്ണനെ നമുക്ക് കാണാം. അങ്ങനെ പാലക്കാട് നിന്നുള്ള ശേഖരവർമ്മയും പിന്നെ ഈ കൊച്ചച്ഛൻ നേരത്തെ വന്നില്ലേ തേങ്ങയും കൊണ്ട് വന്ന കൊച്ചച്ഛനും അവരുടെ കുടുംബവും എല്ലാവരും കുടുംബത്ത് വന്നെത്തുകയാണ്. അപ്പോൾ പിന്നീടുള്ള സീനുകളിലാണ് ഗൂഢാലോചന ആരംഭിക്കുന്നതിനെക്കുറിച്ച് നമുക്കൊരു ഹിൻഡ് തരുന്നത്. വല്യേട്ടൻ വർമ്മയും എല്ലാവരും എത്തിയിരിക്കുന്നു. വല്യേട്ടൻ വർമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ വലിയ അച്ഛനാണ്. അദ്ദേഹം ബോംബെയിൽ നിന്ന് വന്നിരിക്കുകയാണ്. എല്ലാവരും അന്വേഷിക്കുന്ന കൃഷ്ണയാണ് കേട്ടോ. കൃഷ്ണനെ വന്ന് കണ്ട് കെട്ടിപ്പിടിക്കുന്നു. കോവിലകം മൊത്തം ആളുകളാണ്. കുട്ടികളോടൊപ്പം കളിക്കുന്ന കുട്ടികളെ കാണാം. കൃഷ്ണനോടൊപ്പം എപ്പോഴും പിന്നെ ഓടിക്കളിക്കുന്ന കുട്ടികളെ കാണാം. ഇതിൽ ദേവനാരായണൻ എന്നുള്ളൊരു കഥാപാത്രം ബാലേന്ദ്രമേനോൻ അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് കൃഷ്ണനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അദ്ദേഹം അവതരിപ്പിക്കുന്ന ഒരു പ്രാങ്ക് നമ്മളും അത് വിശ്വസിച്ച് പോകും. വരുമ്പോൾ കൃഷ്ണനെ തീരെ പരിചയമില്ലാത്ത ഭാഗത്ത് നിൽക്കും. അപ്പോൾ എല്ലാം തകർന്നതുപോലെ നിൽക്കുന്ന കൃഷ്ണനുണ്ട്. അപ്പോൾ അവസാനം വന്നെൻ്റെ കൃഷ്ണ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുമ്പോൾ അവരുടെ ആ സന്തോഷവും, അതായത് നീ ദേവനും ഞാൻ കൃഷ്ണനും അല്ലേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്നേഹപ്രകടനമൊക്കെ ഉണ്ട്. കുളക്കടവിൽ പോയിരുന്നിട്ട് അവർ പഴയ കാര്യങ്ങളൊക്കെ അയവർക്കും പാട്ട് പാടുന്നതും ആഘോഷവുമൊക്കെ വളരെ സന്തോഷകരമായ ഒരു അന്തരീക്ഷമാണ് കാണുന്നത്. അവസാനം മാളവികയും വന്നെത്തുന്നുണ്ട്. വഴിയിൽ പീടികയിലെ സാധനങ്ങളെല്ലാം തൂക്കി നടക്കുന്ന സമയത്താണ് ഒരു ടാക്സിക്കാരിൽ മാളവിക വരുന്നത്. അങ്ങനെ കൃഷ്ണനെ കാണുന്നു. അങ്ങനെ അവിടുത്തെ ഭക്ഷണമൊക്കെ ആസ്വദിക്കാൻ വേണ്ടി മാളവിക ഓടിയെത്തുകയാണ്. അപ്പോഴത്തേക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന മാളവികയെ നോക്കിയിട്ട് മറ്റ് സ്ത്രീജനങ്ങളെല്ലാം കുറ്റപ്പെടുത്തുന്നുണ്ട്. അവളെപ്പോഴും കഥ എഴുതുന്ന കാര്യത്തിന് പിന്നെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെല്ലാം എഴുതി വെക്കും. ഇവിടെയുള്ളവരെ പോലെ മറ്റുള്ളവരുടെ മുന്നിൽ ആർക്കും തലയുയർത്തി നിൽക്കാൻ പറ്റത്തില്ല, തന്നിഷ്ടക്കാരിയാണ് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്ന മറ്റ് സ്ത്രീജന്മങ്ങളെയും കാണും. ഇങ്ങനെ ഗൗരിയുടെ മുറിയുടെ വാതിക്കൽ നിന്ന് ഒളിഞ്ഞു നിൽക്കുന്ന ജനാർദ്ദനന്മയെ കയ്യോടെ പിടിക്കുന്ന കൃഷ്ണനെ നമുക്ക് അടുത്ത സീനിൽ കാണാൻ പറ്റും. അപ്പോൾ പിന്നീട് മറ്റ് റൂമുകളിലെല്ലാം വെട്ടവും വെളിച്ചവുമായി എല്ലാവരും ഇരുന്ന് വെള്ളം അടിക്കുന്നതും ബഹളമെല്ലാം കേട്ടിട്ട് ഈ കൃഷ്ണന് അവിടെ ആവശ്യമില്ലാതെ കറണ്ടൊക്കെ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ ആ പഴയ ഒരു സ്വഭാവം വരും. കറണ്ട് ബില്ല് കൂടും, എല്ലാവരും പോയി കിടന്നോളൂ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. ആ ഒരു രീതിയിൽ തന്നെ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി അവരെല്ലാവരും ഇരിക്കുന്നതിലേക്ക് കയറി ചെല്ലുകയും പിന്നെ കാവും വിളക്കും ഒക്കെ ഉള്ളതാണ്, അച്ഛൻ്റെ കുഴിമാടം ഉള്ളതാണ്, ഇവിടെ നിന്ന് ഇങ്ങനെ മദ്യപിക്കാനും ഒക്കെ കഴിക്കാനൊക്കെ മോശമല്ലേ എന്ന് പറഞ്ഞ് എല്ലാവരും പോയി കിടന്നോളൂ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി പറഞ്ഞ കൃഷ്ണൻ്റെ മുഖത്തടിക്കുന്ന ജിത്തുവിനെ കാണാം. ഇത് കണ്ട് ഞെട്ടിത്തെറിച്ച് ഓടി വന്ന് അവനെ പിടിച്ചു മാറ്റാൻ ദേവനാരായണൻ വരികയും അവനെ അടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ കൃഷ്ണൻ പറയും, അതൊന്നും പാടില്ല കുട്ടിയല്ലേ, അങ്ങനെ ചെയ്യരുത്. ഞാനിവിടുത്തെ ഈ കൊച്ചു തറവാട്ടിലെ കറണ്ട് ബില്ലിനെ കുറിച്ച് അവന് എത്രയോ രൂപ മുടക്കിയാണ് അമേരിക്കയിൽ നിന്ന് ഇവിടെ വരെ വന്നിട്ടുള്ളത് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു നീറ്റലുണ്ടാകുന്ന സീനാണ് കേട്ടോ. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ പറയുന്നെങ്കിലും ഒഴിഞ്ഞൊരു സ്ഥലത്ത് പോയിരുന്ന് പൊട്ടിക്കരയുന്ന കൃഷ്ണനെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കുട്ടിശങ്കൻ്റെ സുഖചികിത്സയെ കഴിഞ്ഞ് ആനയെ പരിപാടികൾക്കായി കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന പാപ്പാന്മാരെ നമുക്ക് കാണാം. അപ്പോൾ കൃഷ്ണൻ്റെ കണക്ക് പുസ്തകം വായിച്ച് ചിരിക്കുന്ന ദേവനും കുട്ടനെയും കാണാം. സ്കൂളിൽ പോയ കഥകളും ഒക്കെ ദേവൻ പറയുന്നുണ്ട്. സ്കൂളിൽ കൊണ്ടാക്കുമ്പോൾ അനിച്ച അമ്മയെ കാണണമെന്ന് പറഞ്ഞ് ചിനിങ്ങി കരയുന്ന കുഞ്ഞ് കൃഷ്ണൻ്റെ കാര്യവും ഒരു തരത്തിൽ 2-3 ക്ലാസ് വരെ പഠിച്ച് പഠിപ്പ് നിർത്തിയ കൃഷ്ണൻ്റെ കാര്യവും ഒക്കെ അവിടെ അവർ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തം സ്വത്തുക്കളുടെ കണക്കും മറ്റും ചർച്ച ചെയ്യുന്ന മക്കളെയാണ് നമുക്ക് അടുത്ത സീനുകളിൽ കാണാൻ പറ്റുന്നത്. ചിലർക്ക് കോവിലവളം പൊളിക്കുന്നതോ വിൽക്കുന്നതൊന്നും അത്ര താല്പര്യമില്ല. പക്ഷേ ബാക്കിയുള്ളവർക്ക് അതെങ്ങനെയെങ്കിലും പൊളിച്ച് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി പുനഃസ്ഥാപിച്ച് ഒരു ഹോട്ടൽ അല്ലെങ്കിൽ റിസോർട്ടാക്കി മാറ്റാനൊരു പ്ലാൻ അവർക്കുണ്ട്. അപ്പോൾ മാളവികയുടെ കണ്ണിൽ പിന്നെ നമുക്ക് കൃഷ്ണനോടുള്ള സ്നേഹവും ആരാധനയൊക്കെ പിന്നീട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അവൾ അവനെക്കുറിച്ചൊരു കഥ എഴുതാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കുന്ന അവൾ കൃഷ്ണനെ വാച്ച് ചെയ്യുകയാണ്. അപ്പോൾ പിന്നെ ഇരുത്തിൽ പോയി പശുക്കളോട് വർത്താനം പറയുന്ന കൃഷ്ണനടുത്തേക്ക് മാളവിക എത്തുന്നു. ഞാനൊരു കഥ എഴുതാൻ ശ്രമിക്കുന്നു കൃഷ്ണേട്ടാ, കഥയുടെ പേര് എൻ്റെ മുറ്റത്തെ നന്മമരം എന്നാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ ചോദിക്കും, ഇവിടെ ഈ മുറ്റത്ത് ആരാപ്പോൾ നന്മമരം ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഈ കാണുന്ന ആളാണ് എൻ്റെ നന്മമരം എന്നാണ് മാളവിക പറയുന്നത്. മാളവിക കയറിപ്പോഴും മാളവികയെക്കുറിച്ച് അനാവശ്യം പറയുന്ന ജിത്തു, അതായത് നിൻ്റെ പഴയ പരിപാടി, അതായത് നേരത്തെ മാളവികയ്ക്ക് കൃഷ്ണനോട് ഇഷ്ടം ഉണ്ടായിരുന്നു, അതെല്ലാവരും എതിർത്താണ്, ആ പഴയ പരിപാടി ഇതുവരെ നിർത്തിയില്ലേ എന്നുള്ള ചോദ്യം ചോദിച്ച് മാളവികയെക്കുറിച്ച് അനാവശ്യം പറയുന്ന ജിത്തുവിൻ്റെ ചെകിട്ടത്തെ നോക്കി അടിക്കുകയാണ് കൃഷ്ണൻ. തീരെ സഹിക്കാൻ, സ്വന്തം കാര്യത്തിന് വേണ്ടി അയാളെല്ലാം സഹിക്കും. പക്ഷേ മാളവികയോ അല്ലെങ്കിൽ തറവാട്ടിലെ മറ്റാരെയോ വേദനിപ്പിക്കുന്നത് അയാൾക്ക് ഇഷ്ടമല്ല. അങ്ങനെ എന്നിട്ട് പറയും, ആരും കണ്ടില്ല, കയറി പൊക്കോളൂ, ഇനി മേലിൽ ഇത്തരം വർത്തമാനങ്ങളൊന്നും പറയരുത് എന്ന് പറയും. പിന്നെ സ്വത്ത് വിരിച്ച് കോവലകം പൊളിക്കുന്ന തീരുമാനമൊക്കെ എല്ലാവരും അമ്മയെ അറിയിക്കുകയാണ്. അമ്മ ഒരു പ്രതിമയെപ്പോലെ ഇരുന്ന് എല്ലാം കേൾക്കുകയാണ്. അവർ ഇത്രയും അവകാശികളുടെ ഒരു അവകാശി മാത്രമായ അമ്മയ്ക്ക് അവിടെ വോയിസൊന്നുമില്ല. അതിനിടയിലെല്ലാം ഒന്നും അറിയാതെ കയറി വരികയാണ് കൃഷ്ണൻ.
അവിടെ മറ്റെന്തോ ചർച്ച ചെയ്യുകയാണ് എന്നുള്ള രീതിയിൽ ഓടി കയറി വരുന്നു. അപ്പോൾ എന്തോ ചോദിക്കുന്നുണ്ട്. ഈ ചോദിക്കുന്ന സമയത്തും നമ്മുടെ ജനാർദ്ദന വർമ്മ അല്ലെങ്കിൽ ആ കഥാപാത്രം കൃഷ്ണനെ ആട്ടി പുറത്താകുന്നു. ഈ കുടുംബത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ചർച്ച ചെയ്യുമ്പോൾ ഇവരെന്തിനാണ് എപ്പോഴും ഓടിക്കയറി വരുന്നതെന്നുള്ള രീതിയിൽ അയാളെ ആട്ടി പുറത്താക്കുന്നു. എന്താണ് ചർച്ച ചെയ്യുന്നത് കൃഷ്ണൻ അറിയുന്നുമില്ല. അങ്ങനെ താടി പിടിക്കാൻ പീടികയിൽ പോയിരിക്കുമ്പോഴാണ് കൃഷ്ണന് കോലത്തെക്കുറിച്ച് വിവരങ്ങളും കോലം പൊളിക്കാൻ പോകുന്ന വിവരങ്ങളും ഒക്കെ നാട്ടുകാരിൽ നിന്ന് അറിയേണ്ടി വരുന്നത്. ഒരുപക്ഷെ അമ്മ അറിയുന്നുണ്ടാവും. ഈ കൃഷ്ണനോട് ഇത് പറയാത്തതാണ്. കാരണം അവൻ ഒത്തിരി വേദനിക്കുമെന്ന് ആ അമ്മയ്ക്കറിയാം. അതുകൊണ്ട് അവർ കൃഷ്ണനോട് ഈ കാര്യമൊന്നും പറയുന്നില്ല. പക്ഷേ ഈ പീടികയിലുള്ള ആളുകൾ ഇത് പറയുമ്പോഴും കൃഷ്ണൻ ഇതൊന്നും വിശ്വസിക്കുന്നില്ല കേട്ടോ. അയാൾ ഓടി വന്ന് കുട്ടിയാരോട് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾക്കും വലിയ കാര്യമായിട്ടൊന്നും അറിയുന്നില്ല. പക്ഷേ ദേവൻ പറയുന്നു, അതെ, കോവിലകം പൊളിക്കാൻ പോവുകയാണെന്ന്. ഇത് കേട്ട് എല്ലാം തകർന്നവനെ പോലെ നിൽക്കുന്ന കൃഷ്ണനുണ്ട്. അപ്പോൾ കൃഷ്ണൻ ചോദിക്കുന്നു, അമ്മയ്ക്ക് ഇത് തടയാറുന്നില്ലേ? അമ്മയ്ക്ക് വിഷമമില്ലേ? ഗൗരിയോ മാളവിക്ക് വിഷമമില്ലേ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും വളരെ നിസ്സഹായരായിട്ട് നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഗൗരി ചോദിക്കുന്നുണ്ട്, ഒത്തിരി വിഷമമായില്ലേ കൃഷ്ണേട്ടന്? പിന്നെ ഇത് പൊളിച്ചാൽ കൃഷ്ണേട്ടൻ എവിടെയാണ് നിൽക്കുക എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആകെ നിരാശപ്പെട്ട് നിൽക്കുന്ന കൃഷ്ണൻ പറയും, ആകാശത്തിന് മേൽക്കൂരയില്ലല്ലോ, അപ്പോൾ പിന്നെ എന്നെ അവിടെ നിന്ന് ആരും ഓടിച്ചു വിടില്ല, നീ എവിടെ പോകും എന്ന് ഗൗരിയോട് ചോദിക്കുകയാണ്. അപ്പോൾ ഗൗരി പറയും, ആകാശത്തിന് മേൽക്കൂരയില്ലല്ലോ എന്നൊരു തിരിച്ചൊരു വർത്തമാനമാണ് ഗൗരിയും പറയുന്നത്. പിന്നീട് വിളക്കുകളുടെയും പാത്രങ്ങളുടെയും എല്ലാത്തിനെയും കണക്കെടുപ്പിക്കുകയാണ്. ഇതെല്ലാം കൃഷ്ണനെ വശമുള്ളൂ. അപ്പോൾ കൃഷ്ണനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നു. എത്ര വിളക്കുണ്ട്, എത്ര പാത്രമുണ്ട് എന്നെല്ലാ കഥകളും അയാൾ എണ്ണി തിട്ടപ്പെടുത്തി പറയുകയാണ്. അതുപോലെ തന്നെ ഗൗരിയെ പിന്നീട് ഒരു ദിവസം അപമാനിക്കാൻ ശ്രമിക്കുന്ന ജനാർദ്ദന വർമ്മയെ കയ്യോടെ വീണ്ടും പിടിക്കുന്നുണ്ട് കൃഷ്ണൻ. അപ്പോൾ കൃഷ്ണനോട് ജനാർദ്ദന വർമ്മ ചോദിക്കുന്നുണ്ട്, നീ ഇവളുടെ പുറകെ കിടക്കാൻ നീ ആരടാ, ഇവളുടെ സംബന്ധക്കാരനാണോ എന്നൊരു ചോദ്യം. അപ്പോൾ പറയും, ഞാൻ ആരുടെ സംബന്ധക്കാരനല്ല, പക്ഷേ ഈ കോവിലകത്തെ ഞാൻ സംരക്ഷിക്കും, ഇവിടുത്തെ ഓരോ ജനങ്ങളെ ഞാൻ സംരക്ഷിക്കും, എനിക്കതൊന്നും കാണാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് ജീവിച്ച വലിയച്ഛന് ജീവിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്കൊന്നിനും മടിയില്ല എന്ന് ഭീഷണിപ്പെടുത്തി അയാളെ ഒഴിവാക്കുന്ന ആ ഒരു കൃഷ്ണനെ നമുക്ക് കാണാം. എന്നിട്ട് ഗൗരി പൊട്ടിക്കരയുന്ന ഗൗരിയോട് പറയും, നീ എന്തിനാണ് കരയുന്നത്? ആരോരുമില്ലാത്തവർക്ക് ദൈവമുണ്ട്, നീ കരയരുത് പെണ്ണേ എന്നൊക്കെ പറയും. അങ്ങനെ പിറ്റേ ദിവസം കോവിലകത്തെ ഉരുളികളും പാത്രങ്ങളും വിളക്കുകളും എല്ലാം വലിയ വണ്ടികളിലായി കയറ്റിക്കൊണ്ട് പോകുമ്പോൾ എല്ലാം ദുഃഖത്തോടെ കണ്ടിരിക്കുന്ന അമ്മയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഗൗരിയുടെ അച്ഛൻ മരണപ്പെട്ടു പോവുകയും ആ മരണാനന്തര ചടങ്ങിലൊക്കെ ഇവർ പങ്കെടുക്കാൻ പോവുകയും വരുന്നുണ്ട്. അപ്പോൾ തിരിച്ചു വരുന്ന ഗൗരിയെ വീണ്ടും ഇവിടെ കൊണ്ടാക്കും ചേച്ചി. ഈ ചടങ്ങുകളൊക്കെ കഴിയുമ്പോൾ അവളെങ്കിലും രക്ഷപ്പെടട്ടെ എന്നോർത്ത് അച്ഛൻ്റെ മരണാനന്തര ചടങ്ങുകൾക്കൊക്കെ ശേഷം ഗൗരിയെ തറവാട്ടിലേക്ക് തിരിച്ച് ചേച്ചി കൊണ്ടുവിടുകയാണ്. അപ്പോൾ മണികണ്ഠൻ വന്ന് പിന്നീടും അവിടെ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആരും ഒന്നും മിണ്ടുന്നെങ്കിലും അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് കോവിലത്തെ തമ്പ്രാന്മാർക്ക് കാഴ്ചവെക്കാൻ വേണ്ടി നിങ്ങൾ നിർത്തിയിരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണൻ സഹിക്കാനാവുന്നില്ല. അവിടെ ഇട്ട് അറഞ്ചാം എടുത്തിട്ട് അടിക്കും മണികണ്ഠനെ. അങ്ങനെ അവനെ അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ്. ഇനി അമ്മയെ വീതം വയ്ക്കുന്ന കാര്യം വരികയാണ് കേട്ടോ. അമ്മയെ ആരുടെ കൂടെ നിർത്തുമെന്നുള്ളൊരു ചർച്ചയാണല്ലോ അവിടെ. അപ്പോൾ എല്ലാവരും അവർക്ക് ആരുടെയും കൂടെ പോകാൻ ഒരു താല്പര്യമില്ല. അവർക്ക് കൃഷ്ണനെ മാത്രം മതി. കൃഷ്ണനെ ഒരു വേലക്കാരനായി കാണാൻ അവർക്ക് കഴിയില്ല. അവർ പറയുന്നുണ്ട്, വേലക്കാരന് ഭൂമിയും സ്വത്തും നിങ്ങൾ ആരും കൊടുക്കണ്ട, പക്ഷേ എനിക്കിത്തിരി മണ്ണുണ്ടല്ലോ അത് ഞാൻ കൊടുത്തോളൂ കേട്ടോ എന്നൊക്കെ പറയുന്ന അമ്മയെ കാണാം. എന്നിട്ട് പറയും, അവനില്ലാതെ ഞാൻ എങ്ങടേക്കും വരില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒത്തിരി വിഷമത്തോടെയാണെങ്കിലും ഞാൻ നിങ്ങളുടെ ആരുമല്ല, മക്കൾ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം എന്ന് പറയുന്ന കൃഷ്ണനെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ നിന്നെ കളയണമെങ്കിൽ എനിക്ക് ഒരാളുടെ സമ്മതം വേണം കുട്ടി, അത് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച അച്ഛൻ്റെ ആണെന്ന് പറയുന്ന പൊട്ടിക്കരയുന്ന അമ്മയെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ഞാൻ എങ്ങോട്ടേലും ഇറങ്ങിപ്പോവും, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എന്നെ കാണാൻ പറ്റും? ഞാൻ നിങ്ങളുടെ ആരുമല്ല, എന്നെ മോനെന്ന് വിളിക്കണ്ട എന്ന് 3-4 പ്രാവശ്യം, ഞാൻ നിങ്ങളുടെ ആരുമല്ല, ഞാൻ നിങ്ങളുടെ ആരുമല്ല എന്ന് പറയുന്ന പൊട്ടിക്കരയുന്ന കൃഷ്ണനെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ആകെ അസ്വസ്ഥനായി ഇരിക്കുന്ന കൃഷ്ണൻ്റെ അരിയിൽ നിന്ന് കൃഷ്ണൻ്റെ ശത്രു എലി ചത്തുപോയി എന്ന് പറഞ്ഞ് കുട്ടികൾ എടുത്തുകൊണ്ട് വരുന്നൊരു കാഴ്ച കാണാം. അങ്ങനെ അമ്മ അവിടെ നിന്ന് പോവുകയാണ്. കൃഷ്ണന് ഒരു പിടി മണ്ണ് നൽകണമെന്ന് ദേവനാണ് എല്ലാവരോടും പറയുമ്പോൾ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഒഴികെ ദേവന് ഒഴികെ മറ്റാരും സമ്മതിക്കുന്നില്ല. അപ്പോൾ അതിനെ എതിര് പറയുന്നത് ജനാർദ്ദന വർമ്മ എന്നുള്ള കഥാപാത്രമാണ്. ഒരു തരി മണ്ണ് ആർക്കും കൊടുക്കാൻ പറ്റില്ല, അങ്ങനെ കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എല്ലാ ജോലിക്കാർക്കും കൊടുക്കേണ്ടി വരും എന്നാൽ വളരെ കർക്കശത്തോടുകൂടി പറയുന്ന അയാളെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, നിങ്ങൾ ആരും അവന് കൊടുക്കണ്ട, നിങ്ങൾ ആരും അവനെ ജോലിക്കാരനായിട്ട് കാണുകയും വേണ്ട, എനിക്കൊരു തരി മണ്ണുണ്ടാവുമല്ലോ അത് ഞാൻ എൻ്റെ കുട്ടിക്ക് കൊടുക്കും എന്ന് പറയാണ്. അപ്പോൾ കൃഷ്ണൻ വന്നിച്ച് പറയും, എനിക്ക് വേണ്ടി ആരും ഒരു തരി മണ്ണ് തരരുത്, അമ്മയും എന്തൊന്നും സംസാരിക്കേണ്ട, എനിക്ക് ആകെ വേണ്ടത് അച്ഛൻ്റെ ആസ്തിത്തറ മാത്രമാണ്, അവിടെ വിളക്ക് വയ്ക്കാനുള്ള ഒരു അനുവാദം മാത്രം നിങ്ങളെനിക്ക് തന്നാൽ മതി എന്ന് പറയുന്നത് വളരെ വിഷമത്തോടുകൂടി ഇറങ്ങിപ്പോകുന്ന കൃഷ്ണനെ നമുക്കതിൽ കാണാൻ പറ്റും. പിന്നീട് കാണിക്കുന്ന കോവിലകം പൊളിക്കുന്നതിന് മുന്നേ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണമല്ലോ. കോവിലകത്തിൻ്റെ മുന്നിൽ നിന്ന് എല്ലാവരും തയ്യാറെടുക്കുകയാണ്.
അപ്പോൾ ഇതിനുള്ള കസേരകളെല്ലാം പെറുക്കിയിട്ട് കൊടുക്കുന്ന കൃഷ്ണനാണ് കേട്ടോ. അപ്പോൾ അമ്മ പറയും, നീ ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് വായോ കൃഷ്ണ എന്ന് പറയും. ഷർട്ടൊക്കെ ഇട്ട് സന്തോഷത്തോടെ ഓടി വരുന്ന കൃഷ്ണൻ ഗൗരിയോട് പറയും, നീയും വന്ന് നിന്നോളൂ, പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ എടുത്ത് നമുക്ക് കാണാമല്ലോ എന്ന്. അങ്ങനെ വന്നിരിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെയും അയാളെ ആക്ഷേപിച്ചിറക്കി വിടുകയാണ് ജനാർദ്ദനൻ. പിന്നീട് ഒരിക്കൽ ഭാവിയിൽ കുട്ടികളാരെങ്കിലും ഈ ഇരിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയും, അങ്ങനെ ജോലിക്കാരൊന്നും ഈ കൂട്ടത്തിൽ ഇരിക്കണ്ട എന്ന് ആക്ഷേപിച്ച് പറയുകയാണ്. ഇത് കണ്ടിട്ട് വളരെ വിഷമത്തോടുകൂടി ഇറങ്ങി മാറുന്ന കൃഷ്ണൻ ഇത് കണ്ട് അമ്മയും സങ്കടത്തോടു കൂടി എഴുന്നേൽക്കുകയാണ്. അമ്മ ഇതെവിടെ എഴുന്നേറ്റ് പോകുന്നത്? അയാൾ ചിരിക്കാൻ വളരെയധികം തത്രപ്പാട് പെട്ടുകൊണ്ട് കൈകൊണ്ട് അമ്മയോട് ഇരിക്കൂ എന്ന് കാണിക്കുന്നു. അങ്ങനെ അവർ ഫോട്ടോ എടുക്കുന്ന സമയത്ത് പല ആൾക്കാരുടെ മുഖത്തും മ്ലാനതയും ദുഃഖമൊക്കെയാണ്. അത് മാറ്റാൻ അയാൾ അവരെ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സീനുകളാണ് ആ ഫിലിമിലെ ഇതൊക്കെ എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാവരും ഓരോരുത്തരായിട്ട് യാത്ര പറയുകയാണ് കേട്ടോ. അപ്പോൾ പലരും പല ദിക്കിലേക്ക് എല്ലാ തീരുമാനങ്ങളുമായല്ലോ, അവരവരുടെ വീതമൊക്കെ കിട്ടും, സന്തോഷത്തോടുകൂടി പോവുകയാണ്. ദുഃഖത്തോടുകൂടി പോകുന്നത് ദേവനാരായണനും അതുപോലെ തന്നെ മുംബൈയിലെ വല്യച്ഛനും അങ്ങനെയുള്ള കുറച്ച് പേര് മാത്രമാണ് ദുഃഖത്തോടെ പോകുന്നത്. മാളവികയും ഒക്കെയാണ് ദുഃഖത്തോടെ പോകുന്നത്. മറ്റെല്ലാവരും സന്തോഷത്തോടുകൂടി അവരെന്തോ വലിയ കാര്യം സംഭവിച്ച ഒരു ചാരിതാർത്ഥത്തോടു കൂടിയാണ് പോകുന്നത്. ആ തറവാട്ടിൽ നിന്ന് കൃഷ്ണൻ ആകെ ഇളക്കിയെടുക്കുന്നത് അവിടുത്തെ അച്ഛൻ്റെ ഒരു ഫോട്ടോ മാത്രമാണ്. അതെടുത്ത് തൂത്ത് തുടച്ചെടുക്കുകയാണ് കൃഷ്ണൻ. അങ്ങനെ നിരാശനായി നോക്കി നിൽക്കുന്ന കൃഷ്ണൻ പശുവിനെ എല്ലാം വിൽക്കുകയാണ്. എല്ലാ പശുക്കളെയും കൊടുത്തുവിടുന്നു. അങ്ങനെ മാളവികയും യാത്രയായി. അമ്മയും പോകാൻ റെഡിയായിക്കൊണ്ടിരിക്കുമ്പോൾ ഓടി വന്ന അമ്മയുടെ മരുന്ന് പെട്ടികളും പാത്രങ്ങളും എല്ലാം കൊടുത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അവിടെയും അവനെ കളിയാക്കുന്നു. ഇതിൻ്റെ എല്ലാം പുറത്ത് മരുന്നിൻ്റെ പേരുകളൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഇയാൾ എന്തിനിങ്ങനെ കിടന്ന് പറയുന്നു എന്നൊക്കെ. പക്ഷേ കൃഷ്ണൻ അതൊന്നും ഒരു വിഷയമല്ല. അവസാനം ഭാഗവതം കയ്യിൽ കൊടുത്തിട്ട് അവന് ഒന്നും പറയാതെ ആ കളപ്പുരക്കിലേക്ക് നടക്കും. അവിടെ പോയി അച്ഛൻ്റെ അസ്ഥിത്തറയിൽ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ അവനിരിക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് നമ്മളൊരു പാട്ടുണ്ട്, പോകാതെ കരിയിലക്കാറ്റ് എന്നുള്ളത്. എല്ലാവരും മനസ്സിൽ വളരെയധികം ടച്ച് ചെയ്യുന്നൊരു പാട്ടല്ലേ അത്. അങ്ങനെ പോകുന്ന അമ്മ ആരോരും ഇല്ലാത്തവനായി നിൽക്കുന്ന കൃഷ്ണൻ അപ്പോഴവസാനമായി ആ പടി ഇറങ്ങുന്നത് ഗൗരിയാണ് കേട്ടോ. ഗൗരി തിരിഞ്ഞു നോക്കിയാണ് പോകുന്നത്. എടീ പോത്തേ എന്ന് എപ്പോഴെങ്കിലും സ്ഥിരം വിളിക്കുന്ന പോലെ കൃഷ്ണൻ വിളിക്കും. ആ ഒരു വിളിക്ക് വേണ്ടി എൻ്റെ സൗണ്ട് ഇടുകയാണല്ലേ, സോറി. ആ ഒരു വിളിക്ക് വേണ്ടിയിട്ട് അവൾ കാതോർക്കുകയാണ്. പക്ഷേ കൃഷ്ണൻ എങ്ങനെയാണ് അവളെ പോറ്റാൻ പറ്റുക? അതുകൊണ്ട് അയാൾക്ക് അവളെ വിളിക്കാൻ പറ്റുന്നില്ല. അവളും പോവുകയാണ്. ഒരു തരത്തിൽ അയാൾ നേരം വെളുപ്പിച്ചു. പെട്ടെന്ന് തന്നെ അയാൾ എറണാകുളത്തുള്ള സുധിയുടെ വീട്ടിൽ നേരം വെളുത്തപ്പോൾ തന്നെ എത്തുകയാണ്. അയാൾക്ക് അമ്മയെ കാണാതിരിക്കാൻ പറ്റില്ല. കാരണം അമ്മയെ പിരിഞ്ഞ് അവൻ ഇരുന്നിട്ടേ ഇല്ല ഇത്രയും നാളായിട്ട്. എന്തൊക്കെ പറഞ്ഞാലും അവൻ്റെ പെറ്റമ്മയല്ലെങ്കിലും അമ്മ അവൻ്റെ എല്ലാമാണ്. ആ അമ്മയെ കാണാനായിട്ട് ആ വീട്ടിൽ ചെല്ലുന്ന രംഗം എന്ത് ജോലി വേണേലും ചെയ്തോളാം. അടുക്കളക്കാരനാകെ, കാറ് കഴുകി, തൂത്തുടക്കി, എന്ത് വേണേലും ചെയ്തോളാം. ഇവിടുത്തെ കാർ ഷെഡിൽ എവിടെയെങ്കിലും കിടന്നോളാം. ഒരു അനുവാദം മാത്രം തന്നാൽ മതി എൻ്റെ അമ്മയെ കാണാൻ എന്ന് പറയുന്ന കൃഷ്ണൻ. അപ്പോൾ ഇതൊരു ശല്യം എന്നുള്ള രീതിയിലാണ് അവരെല്ലാവരും കാണുന്നത് കേട്ടോ. അവർ ഭാര്യയും ഭർത്താവും കൂടെ ഈ ശല്യത്തെ നമുക്ക് ഒരിക്കലും അമ്മയെ കാണിച്ചിട്ട് ഒഴിവാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ റൂമിലേക്ക് പോവുകയാണ്. പക്ഷേ ആ റൂമിൽ ചെന്ന് മുട്ടി വിളിച്ചെങ്കിൽ കഥ തുറന്ന് നോക്കുന്ന അവർ റൂമിൽ അമ്മയെ കാണുന്നില്ല എന്ന് കേൾക്കുന്നതും കൃഷ്ണൻ ആകെ ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയായി. ഇത്രയും വർഷം ഒരു പൊടി പോലും പറ്റാതെ ഞാൻ എൻ്റെ അമ്മയെ കാത്തു സൂക്ഷിച്ചതല്ലേ, ഒരു രാത്രി പോറ്റാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ എന്ന് സങ്കടപ്പെട്ടുകൊണ്ട്, അതിലേറെ ദേഷ്യപ്പെട്ടുകൊണ്ട്, നിരാശപ്പെട്ടുകൊണ്ട്, സ്വയം തലക്കടിച്ചുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന കൃഷ്ണനെ നമുക്ക് കാണാൻ പറ്റും. അയാൾ പിന്നീട് അമ്മയെ തിരക്കി അലഞ്ഞ് തിരിച്ച് ആ കളപ്പുര വീട്ടിൽ അവിടെ വരുമ്പോഴത്തേക്കും കോവിലകം പൊളിച്ചുകൊണ്ടിരിക്കുന്ന സീനാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ ആ കളപ്പുര വീട്ടിൻ്റെ വാതിൽക്കൽ ആ അമ്മ ഇരിക്കുകയാണ്. അപ്പോൾ പറയും, ഇത്രമാത്രം നമ്മളെ എന്തിനാണ് തീ തീറ്റിച്ചത്, ഇവിടെ വന്നു അമ്മ എന്ന് അയാൾ സങ്കടപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ അമ്മ പറയും, അവിടെ നീയില്ലല്ലോ, നീ ഇല്ലാത്ത വീട്ടിൽ ഞാൻ എങ്ങനെ കഴിയും കൃഷ്ണ എന്ന്. അയാൾ വളരെ സങ്കടത്തോടു കൂടിയാണെങ്കിലും അയാളുടെ മുഖത്തെ ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വികാരമാണ് കേട്ടോ. അങ്ങനെ സന്തോഷത്തോടു കൂടി പറയുകയാണ്. നോക്കുമ്പോൾ വീട്ടിനകത്തു നിന്ന് ഒരാൾ ദീപവുമായിട്ട് വരുന്നു. മറ്റാരുമല്ല, ഗൗരിയാണ്. ദീപം 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 എന്നൊരു മാലാഖയെ പോലെ, ഒരു ദേവതയെ പോലെ അവൾ ഇറങ്ങി വരികയാണ്. ഒരു ദേവതയെ പോലെ അവൾ നിറദീപവുമായി ഇറങ്ങി വരികയാണ്. അപ്പോൾ നമുക്കൊരു സഹായത്തിനായി ഞാനാണ് അവളെ കൂട്ടിയത്, എനിക്കിനി നിൻ്റെ മാത്രം സഹായം പോരാ, ഇവളുടെ കൂടെ സഹായം വേണമെന്ന്. എന്നിട്ട് പറയാം. അപ്പോൾ ഓടിപ്പോയിട്ട് കൃഷ്ണ സന്തോഷം കൊണ്ട് ഒരു ദീപം എടുത്തുകൊണ്ട് അച്ഛൻ്റെ അസ്ഥിത്തറയിൽ കത്തിക്കുന്നു. ഇനി നിൻ്റെ കൈ കൊണ്ട് ഒരു തടുപ്പിൽ നമുക്ക് തീ കത്തിക്കണം എന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി ഈ രണ്ട് മക്കളുടെയും തോളിൽ കൈയിട്ടുകൊണ്ട് ആ കൊച്ചു കളപ്പുര വീട്ടിലേക്ക് കയറി പോകുന്ന അമ്മയാണ് നമുക്ക് സിനിമയുടെ അവസാന രംഗത്ത് കാണാൻ സാധിക്കുന്നത്. ഇഷ്ടപ്പെട്ടു? എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.